യൂത്ത് കോൺഗ്രസും ഈ ഷാഫിയും ഈ രാഹുലും ഒക്കെ മൊത്തത്തിൽ വ്യാജമാണല്ലോ. അവർ പിന്നെ ഈ വ്യാജമായി തന്നെയാണ് എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ സംസാരത്തിലൊന്നും ഈ നാട്ടിൽ ഒരു പ്രസക്തിയില്ല, ഒരു വിലയുമില്ല. എന്തൊക്കെ വ്യാജ പ്രചരണങ്ങളാണ് ഇവർ അടിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. താൻ പ്രസിഡന്റ് ആയതിനു ശേഷം തൊട്ടടുത്ത ആളെ പ്രസിഡന്റ് ആക്കാൻ വേണ്ടി ഇദ്ദേഹം ചെയ്തതിനെ കുറിച്ചൊക്കെ അവരുടെ യൂത്ത് കോൺഗ്രസുകാരുടെ ഇടയിൽ തന്നെയുള്ള അഭിപ്രായങ്ങൾ എന്താ നമുക്കറിയുന്നതല്ലേ. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നാളെ വടകര വർഗീയതയെ അതിജീവിക്കും യൂത്ത് അലേർട്ട് എന്ന ഒരു ക്യാമ്പയിൻ നടത്തുകയാണ്. നാളെ വൈകുന്നേരം 5 മണിക്കാണ് പരിപാടി. പരിപാടിയിൽ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് സഖാവ് എ റഹീം, അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് തുടങ്ങിയവർ പങ്കെടുക്കും. വടകര നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ നമ്മുടെ കേരളത്തിനകത്തും രാജ്യത്തിനകത്തുമൊക്കെ ശ്രദ്ധിക്കപ്പെട്ട ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ബോധപൂർവമായി വ്യാജ പ്രചരണങ്ങളിലൂടെ ധ്രുവീകരണത്തിനും സംഘർഷത്തിനുമൊക്കെ നേതൃത്വം കൊടുത്ത ഒരു അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. വടകര എന്ന് പറയുന്നത് മനുഷ്യസ്നേഹികളുടെ എല്ലാ വിഭാഗവും ചേർന്ന് ജീവിക്കുന്ന സാഹോദര്യത്തിന്റെ നാടാണ്. ആ നാടിനകത്താണ് വ്യാജ പ്രചരണത്തിലൂടെ ധ്രുവീകരണത്തിന് ബോധപൂർവമായി UDF പരിശ്രമിച്ചത്. അതിന് എതിരെയാണ് ഞങ്ങൾ ഈ ക്യാമ്പയിൻ ഏറ്റെടുക്കുന്നത്. വടകരയെ അങ്ങനെ ധ്രുവീകരിപ്പിക്കാൻ, രണ്ട് തട്ടിലാക്കാൻ ആരെയും അനുവദിക്കുകയില്ല എന്നുള്ള പ്രഖ്യാപനം തന്നെയാണ് വടകര വർഗീയതയെ അതിജീവിക്കും യൂത്ത് അലേർട്ട് എന്ന പരിപാടിയുമായി ഡിവൈഎഫ്ഐ മുന്നോട്ട് വരാനുണ്ടായ കാരണം. ഇവിടെ നമുക്കറിയാം, വിവിധങ്ങളായ വാട്സപ്പ് സന്ദേശങ്ങൾ, വാട്സപ്പിലൂടെ നടക്കുന്ന പ്രചരണങ്ങൾ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും അതുപോലെ തന്നെ പൊതു ഗ്രൂപ്പുകളിലേക്കുമൊക്കെ കൊടുത്തുവിടുന്ന സന്ദേശങ്ങളെല്ലാം വർഗീയമായി ചേരിതിരിവുണ്ടാക്കാനുള്ളതായിരുന്നു. അതോടൊപ്പം അവിടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന ശൈലജ ടീച്ചറെ വ്യക്തിപരമായി ആക്ഷേപിക്കാനും ടീച്ചറെ, ലോകം അംഗീകരിക്കുന്ന ടീച്ചറെ എങ്ങനെ മോശമാക്കാം എന്നൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടുമുള്ളതായിരുന്നു. അതിന് വലിയ ഗവേഷണം നടത്തിയ ഒരു വിഭാഗം തന്നെ അവിടെ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരളത്തിലുടനീളം വ്യാജ ID കാർഡുകൾ ഉണ്ടാക്കി വലിയ രീതിയിൽ ആക്ഷേപത്തിന് ഇരയായവരാണ് കേരളത്തിലെ ഇന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വം. ആ യൂത്ത് കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം വ്യാജ ID കാർഡ് ഉണ്ടാക്കിയതുപോലെ വ്യാജ പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് മറികടക്കാൻ വേണ്ടി എന്ത് നുണയും പ്രചരിപ്പിക്കാം, എന്തും സംസാരിക്കാം എന്നുള്ള തരത്തിലേക്ക് ഇവർ പോയി. ഇത് കോൺഗ്രസിന്റെ നേതൃത്വം തിരുത്താൻ തയ്യാറായതുമില്ല. ഇതിനെയെല്ലാം ഏറ്റുപിടിച്ചു പോകുന്ന രീതിയാണ് ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഇതിന്റെ ഒരു ബാക്കി പാത്രം അവിടെയൊക്കെ ഉണ്ടാകും എന്നുള്ള ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു ഭയം ഞങ്ങളിലുണ്ട്. അതുണ്ടാകരുത്, അങ്ങനെ വടകരയുടെ നന്മയെ തകർക്കരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ക്യാമ്പയിൻ എടുക്കുന്നത്. എല്ലാ മനുഷ്യരും മാനവികത ഉയർത്തിപ്പിടിച്ച് വടകരക്കകത്ത് ജീവിക്കുന്ന സാഹചര്യം ഉണ്ടാകണം. അവിടെ ഇങ്ങനെ ഒരു അസ്വസ്ഥതയും ഉണ്ടാകരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ഈ ക്യാമ്പയിൻ ഏറ്റെടുക്കുന്നത്. ഈ ക്യാമ്പയിനോട് മാധ്യമപ്രവർത്തകരെല്ലാം നല്ല രീതിയിൽ സഹകരിക്കണം എന്ന് മാത്രം പറയുകയാണ്. ഞങ്ങൾ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് റാലിയായി, ബൈക്ക് റാലിയായി ഈ പുതിയ സ്റ്റാൻഡ് പരിസരത്ത് എത്തിച്ചേർന്ന് അവിടെ നിന്ന് പ്രകടനമായി പുതിയ സ്റ്റാൻഡിലേക്ക് വരാനാണ് ഞങ്ങളുടെ ഉദ്ദേശം. അപ്പോൾ എല്ലാ പ്രദേശത്തും ഈ ക്യാമ്പയിന്റെ ഭാഗമായി ഒരു പ്രചരണ പ്രവർത്തനങ്ങളും ഇതിന്റെ സന്ദേശവും ഒക്കെ അവിടെയൊക്കെ എത്തുന്ന ഒരു രീതി ഉണ്ടാകും. 5 മണിക്ക് വടകര പാർലമെന്റ് മണ്ഡലത്തിന്റെ പരിധിയിൽപ്പെട്ട സഖാക്കളാണ് പങ്കെടുക്കുക. അതെ, UDFന്റെ വ്യാജ വർഗീയ പ്രചരണങ്ങൾക്കെതിരെ. അല്ല, അങ്ങനെ പോകരുത് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഏറ്റെടുക്കുന്നത്. അങ്ങനെ സ്വാഭാവികമായിട്ടും അവിടെ ഒരു സ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിലേക്ക്, ഒരു സംഘർഷം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഈ പ്രചരണങ്ങളൊക്കെ നടത്തി മനുഷ്യർക്കിടയിൽ വലിയ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്ന പ്രചരണങ്ങളാണ് ഇവർ നടത്തിയത്. ആ അസ്വസ്ഥതകളിൽ നിന്ന് മനുഷ്യരെ മുക്തരാക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ ക്യാമ്പയിൻ ഏറ്റെടുക്കുന്നത്. വടകര അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗീയമായ ചിന്താഗതിയിലേക്ക് പോകാത്ത നാടാണ്, പോകില്ല എന്നുള്ള പ്രഖ്യാപനമാണ് ഞങ്ങൾ നടത്തുന്നത്.
ഈ യൂത്ത് കോൺഗ്രസും ഈ ഷാഫിയും ഈ രാഹുലും ഒക്കെ മൊത്തത്തിൽ വ്യാജമാണല്ലോ. അവര് പിന്നെ ഈ വ്യാജമായി തന്നെയാണ് എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ സംസാരത്തിലൊന്നും ഈ നാട്ടിൽ ഒരു പ്രസക്തിയില്ല, ഒരു വിലയുമില്ല. എന്തൊക്കെ വ്യാജ പ്രചരണങ്ങളാണ് ഇവർ അടിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. താൻ പ്രസിഡന്റായിരുന്നതിന് ശേഷം തൊട്ടടുത്ത ആളെ പ്രസിഡന്റാക്കാൻ വേണ്ടി ഇദ്ദേഹം ചെയ്തതിനെ കുറിച്ചൊക്കെ അവരുടെ യൂത്ത് കോൺഗ്രസുകാരുടെ ഇടയിൽ തന്നെയുള്ള അഭിപ്രായങ്ങൾ എന്താ നമുക്കറിയുന്നതല്ലേ.